എടാ മക്കളെ, നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? കടുത്ത പ്രേമോ? ഭയങ്കര ഇഷ്ടമോ? കല്യാണം കഴിക്കാൻ പോവാ? ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോവോ? കല്യാണം കഴിച്ചോ? നിങ്ങളുടെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചോ? മോനെ, ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഈ ത്രില്ലിൽ, ഈ പ്രായത്തിൻ്റെ ത്രില്ലിൽ പഠിക്കണ്ട, ജോലി വാങ്ങണ്ട, ഒന്നും വേണ്ട, ഈ കല്യാണം കഴിച്ചാൽ മതി അല്ലേ? ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് സംഭവം, ഭയങ്കര രസമാണ്. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണത്തിന് മുമ്പ് പ്രണയിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ വിവാഹം കഴിച്ച ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് ചോദിക്കണം, ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്യൂരിയോസിറ്റിയും ആ ഒരു വൈബും ഒക്കെ ഇപ്പോഴുണ്ടാകും. ഞാൻ തന്നെ എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് വൈഫിനോട് പറഞ്ഞത്. കല്യാണം കഴിക്കുന്ന സമയത്ത്, കല്യാണം കഴിച്ച് ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചന്ദനിൽ പോകണമെന്നാണ്. ഇപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിൽ പോയി ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും സമയമില്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. 3 മക്കളുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരെണ്ണത്തിനാണെങ്കിൽ വയറിളക്കം, മറ്റേന്ന് തൂറ്റൽ, മൂന്നാമത്തേന് പാമ്പേഴ്സ് നിറഞ്ഞൊഴുകുകയാണ്. ഇതെല്ലാം ഒന്ന് പരിഹരിച്ച് വരുമ്പോഴത്തേക്കും മാമാടെ മുട 40 വിളി, മറ്റവിടെ പ്രസവം. പൈസ വേണ്ടേ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ? ഈ ചെറുപ്രായത്തിൽ ഒരു ജോലി പോലും ഇല്ലാതെ കല്യാണമാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞ് 18ാമത്തെ വയസ്സിൽ ഓടാനും ചാടാനും നിൽക്കുന്നവരെ 2 പിള്ളേരിങ്ങനെ എളിയത്ത് വെച്ചിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമൊന്ന് വേറെ. പൈസ വേണോടൂ, കാശില്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ നിന്റെ വള ഊരി കൊടുക്കും ഭർത്താവിന്. പണിയില്ലല്ലോ, പഠനം പൂർത്തിയാക്കിയില്ല, ജോലിയില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ മുറിയടച്ചിരിക്കുക. എത്ര നാൾ ഈ റൊമാൻസ് തുടർന്നു പോകും? പൈസ ഇല്ലെങ്കിൽ റൊമാൻസ് വരത്തില്ലെന്ന്. EMI അടക്കാനുണ്ടെങ്കിൽ ഒട്ടും വരത്തില്ല, വയറ്റിൽ നിന്ന് പോരാൻ പോകത്തില്ല. അതുകൊണ്ട് മക്കളെ റിയാലിറ്റി മനസ്സിലാക്കി. നിങ്ങൾ ഇത്ര ചെറുപ്പത്തിലെ എന്നെ കല്യാണമാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഓടിപ്പോകല്ലേ. പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി ഇഷ്ടമുള്ള ആളെ പറയുക. എടുത്ത് ചാടരുതെന്ന് പറയാനുള്ള കാരണം ഈ മകരിവിന് ഈ സമയത്ത് ഞാനൊരു പെൺകുട്ടിയെ അന്ന് പറഞ്ഞതാണ് അവിടെ, മോളെ പഠിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 കുഞ്ഞുങ്ങളോട്ട് നടക്കുകയാണ്. അവൻ വീട്ടിൽ പോലും വരാറില്ല. ഇതെല്ലാം തുടക്കത്തിൻ്റെ ആനന്ദം മനോഹരമാണ്. പല വൈബുകളും തോന്നും. രാത്രി കട്ടൻ ചായ കുടിക്കാൻ പോകാം, അവിടെ ഇരുന്ന് ആനന്ദ തുന്തിരമാടെന്നൊക്കെ വിചാരിക്കും. മോനെ, മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് പ്രാരാബ്ദങ്ങളും ചെലവും ഭാരവും ഒക്കെ കൂടുന്ന സമയത്ത് ഒന്ന് കൊഞ്ചിക്കാൻ പോയിട്ട് 2 മിനിറ്റ് ഭാര്യയുടെ അടുത്തിരുന്ന് വർത്തമാനം പറയാൻ പോലും പലർക്ക് സമയമില്ല. കുന്നോളം പൈസ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഓക്കെയാണ്. എടുത്താൽ തീരുവേ, കുന്നോളം ഉണ്ടെങ്കിൽ എടുത്താൽ സാധനം തീരുമല്ലോ. പണിക്ക് പോലും പോകാതെ പെണ്ണുമ്പളയും നോക്കിയിരുന്നാൽ പണം വല്ലയിടത്തും വരുമോ? അച്ചടിച്ച് വരുമോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, നിങ്ങൾക്ക് ഇഷ്ടവും ഭയമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നന്നായിട്ട് പഠി, എന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് നല്ല റാഹത്തായിട്ട് കല്യാണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കും. അല്ലാതെ 18ാമത്തെ വയസ്സിൽ 2 എണ്ണത്തിന് ഇങ്ങനെ ഒക്കെ, നമ്മുടെ പഴയ കാലമാണെങ്കിലും ഓക്കെ. ഇന്നത്തെ കാലത്ത് മക്കളെ നിങ്ങൾ പ്രയാസപ്പെടും. ഒപ്പം പഠിച്ചവരൊക്കെ നല്ല സ്ഥാനത്തെത്തി നല്ല ജോലിയൊക്കെ കിട്ടി അവർ മനോഹരമായി ജീവിക്കുകയും നല്ല വാഹനത്തിലേക്ക് നിങ്ങൾ വന്നിറങ്ങുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് KSRTC ബസ്സിൽ ഇങ്ങനെ ഞെരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ മക്കളെ, ചാടാൻ നിൽക്കുന്നവരെ, ഓടാൻ നിൽക്കുന്നവരെ സ്നേഹത്തോടുകൂടി പറയുകയാണ്, ഒന്ന് ആലോചിച്ചിട്ട്. ഈ 18ാമത്തെ വയസ്സിൽ ഓടാനും ചാടാനും ഒക്കെ നിൽക്കുമ്പോഴേ കയ്യിലിരിക്കുന്ന ഫോണുണ്ടല്ലോ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ഉമ്മ ചെമ്മീൻ കിള്ളാൻ പോയിട്ട് വാങ്ങി തന്നതാ. ഇട്ടിരിക്കുന്ന വസ്ത്രം വാപ്പ മീൻ കച്ചവടത്തിന് പോയിട്ട് ഉണ്ടാക്കിയത്, ഒന്നും സ്വയം ഉണ്ടാക്കിയതല്ല. ഇപ്പം ഈ കല്യാണം കഴിക്കാൻ പോകുമ്പം ഇട്ടിരിക്കുന്ന ഉടുതുണി പോലും ഉമ്മ തൊഴിലുറപ്പിന് പോയിട്ടുള്ളതാ. നമ്മളൊന്നും സമ്പാദിച്ചിട്ടില്ല. ആ പാവങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ ഭാവി ഭാസുരമാക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെയൊക്കെ ചവിട്ടി തേച്ചിട്ട് പോകുമ്പം കറങ്ങിത്തിരിഞ്ഞ് അവരുടെ കാൽക്കൽ നമ്മൾ വരും.